കുറച്ച് വാട്ടുകപ്പ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കപ്പ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കലത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇടാം. കപ്പയൊന്ന് തിളച്ച് ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കപ്പയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾ, തേങ്ങ, പച്ചമുളക്, കുറച്ച് ജീരകം, കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അത് അരഞ്ഞു പോകാനൊന്നും പാടില്ല. വാട്ടുകപ്പയ്ക്ക് അരയ്ക്കുന്ന വിധമാണിത്. വേണമെന്നവർക്ക് ചെറിയ ഉള്ളി 1-2 ചേർക്കാം. അതെല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേകാൻ വേണ്ടിയിട്ടുള്ള. ഇതൊരു 10 മിനിറ്റ് അടുപ്പേ വെച്ചു. അതിൽ നിന്ന് പെട്ടെന്ന് വേകുന്ന കപ്പയാണ്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മതി. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ അല്പം ഉപ്പും ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ഇത് 2 പേർക്കുള്ള കപ്പയാണ് കേട്ടോ. ആ 2 പേർക്കുള്ള കപ്പയുടെ അരപ്പാണിത്. വിറകടുപ്പിലാണ് കപ്പ വെച്ചത്. കപ്പ എങ്ങനെ വേകട്ടെ. ഇപ്പോഴത്തേനും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇത് അരപ്പ് റെഡിയായി. ഇങ്ങനെയേ ആകാൻ പാടുള്ളൂ. നമുക്കൊന്ന് കോരി നോക്കാം വെന്തോന്നറിയാൻ. ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. ഇതാ കപ്പ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതാ നല്ല ചൂടുള്ള കപ്പ റെഡിയായി. ഇനി നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം. കപ്പയ്ക്ക് ഒരു ചിക്കൻ കറി ഉണ്ടാക്കി. ഇനി നമുക്ക് കപ്പ കഴിക്കാം കേട്ടോ.